മുഖ്യമന്ത്രി വി.ഡി. സതീശനു പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തുഷാർ വെള്ളാപ്പള്ളിയെ ഒപ്പം ചേർക്കുകയാണ്. മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള വസതിയിൽ പോയി അങ്ങോട്ട് കണ്ടതാണെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ മണ്ഡലമായതുകൊണ്ട് തുഷാറിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചത് എത്തിയതാണ്. കാർത്തികപ്പള്ളിയിലെ SNDP യൂണിയൻ പ്രസിഡന്റ് അശോക പണിക്കരുടെ വീട്ടിൽ വെച്ച് ആയിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഇതിൽ നിന്നും വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDFിലേക്ക് അടുക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശന് BDSുമായി വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹം പിണറായി വിജയന് വേണ്ടി ചങ്ക് പൊട്ടിച്ചാകുന്നതല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. ഈ BDJSുമായി അദ്ദേഹത്തിന് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്നാണ് അറിയുന്നത്. മാത്രമല്ല 90 വയസ്സ് കഴിഞ്ഞ ഒരാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന മാന്യതയും അത് കിട്ടുന്നതല്ലാതെ അദ്ദേഹത്തെ കേരളം എന്നേ എഴുതിത്തള്ളി എന്നു തന്നെ പറയേണ്ടി വരും. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി കാര്യങ്ങൾ സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതും എല്ലാവരുമായിട്ടും വളരെ സൗമ്യതയോടെയാണ്. എന്നുവച്ചാൽ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJSൻ്റെ പിന്തുണ കൂടി UDFിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഈഴവ സമുദായം വളരെ പ്രബലമാണ്. മൊത്തം ജനസംഖ്യയുടെ 25%-ലേറെയും അതുപോലെ ഹിന്ദു ജനസംഖ്യയുടെ 60%-വും കേരളത്തിൽ ഈഴവരാണ്. മാത്രമല്ല, കോൺഗ്രസിന് ഇന്നുവരെ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതും പിന്തുണ വലിയ തോതിൽ ലഭിക്കാത്തതുമായ സമുദായവും അത് ഈഴവർ തന്നെയാണ് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു പ്രധാന സമുദായം UDFിലെത്തുന്നതോടെ പിന്നെ UDFിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. BDJS രൂപീകരിക്കുകയും അപ്പോൾ തന്നെ അവർ BJPയുടെ ഘടകകക്ഷിയാവുകയും ചെയ്തതോടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ലാഭമുണ്ടായി കാണുമെങ്കിലും അതിൻ്റെ പ്രവർത്തകർ യാതൊരു ഗുണവുമില്ലാതെ ഇപ്പോഴും നിരാശയിൽ തന്നെയാണ്. പറയാനൊരു മന്ത്രിയില്ല, സംസ്ഥാനത്തൊരു MLA പോലും ഇല്ല. അധികാരം എന്ന് പറയുന്നത് കിട്ടാക്കനിയാണ് എന്നവർ ഉറപ്പിക്കുന്നതോടെ BDJSൻ്റെ പ്രവർത്തകരെല്ലാം ക്ഷയിച്ചു തുടങ്ങി, പാർട്ടി മാറുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ തുഷാറിൻ്റെ പാർട്ടി BJPക്കൊപ്പം പോയതിന് ശേഷമാണ് 10% താഴെയുണ്ടായിരുന്ന BJP പലയിടത്തും വോട്ടുകൾ മിക്ക മണ്ഡലങ്ങളിലും 20%-ന് മുകളിലേക്ക് പോയത് എന്നതിൽ സംശയമില്ല. അങ്ങനെ ഒരു പാർട്ടിയെ സഹായിക്കാൻ കഴിയാത്ത BJPയുടെ കൂടെ നിൽക്കുന്നതിൽ ഇനി അർത്ഥമില്ല എന്നും തൽക്കാലം CPMന് ഇവിടെ ഭരണമൊന്നും ഉണ്ടാകില്ല എന്നും ഉറപ്പിക്കുമ്പോൾ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കാം UDFിലേക്ക് പോകാമെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും കണക്കുകൂട്ടുന്നത്. അതിനാദ്യം വേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ല ഞാനെന്നും തുഷാർ വെള്ളാപ്പള്ളി വേറൊരു മനസ്സിൻ്റെ ഉടമയാണെന്നും തെളിയിക്കാനാണ് വളരെ സൗമ്യതയോടെ കോൺഗ്രസ് നേതാക്കളെ പോയി ഇങ്ങനെ കാണുന്നത്. പിതാവായ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്ന് തുഷാറിന് തന്നെ നല്ല ബോധ്യമുണ്ട്. എങ്കിലും പ്രായമേറെ ചെന്ന മനുഷ്യൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞ മകനെ ചേർത്ത് പിടിക്കലാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ സൂചനകൾ നൽകിയാണ് V.D. സതീശനും ചെന്നിത്തലയും തുഷാറിന് മുന്നിൽ നിന്നുകൊടുത്തത്. കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് തുഷാറിൻ്റെ പ്രസ്താവനകൾ മുഴുവനും വരുന്നത്. അദ്ദേഹം ചെന്നിത്തലയുടെ സന്ദർശനത്തെ വലിയ ആവേശപൂർവ്വമാണ് എഴുതിയത്. അതായത്, ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിൻ്റെ ജനപ്രിയ നേതാവുമായ ആത്മസഹോദരൻ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം കാർത്തികപ്പള്ളി കുന്നത്തുകാട്ടിൽ വസതിയിലേക്ക് സ്വീകരിച്ചുവെന്നും ജനസേവനത്തിനും പൊതുപ്രവർത്തനത്തിനും ജീവിതം സമർപ്പിച്ച ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും നേതൃത്വ പാഠവും എന്നും ഏറെ പ്രചോദനമാണെന്നും സൗഹൃദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സുന്ദര നിമിഷത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളിൽ കൂടുതൽ നേട്ടങ്ങളും കുറിക്കുവാൻ കഴിയട്ടെ എന്നും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ വലിയൊരു കൂട്ടം പ്രവർത്തകർ, വലിയൊരു സമുദായത്തിൻ്റെ പിന്തുണയും ഒക്കെയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്നും എല്ലാ അധികാരവും അധികം താമസിയാതെ തുഷാറിലേക്ക് കൈമാറ്റപ്പെടും എന്നുറപ്പാണ്. പൊതുവെ ഒരാക്രമണകാരിയല്ലാത്ത തുഷാറിനെ സ്വീകരിക്കാൻ ആരും മടിക്കുകയുമില്ല. ഏതായാലും തുഷാറിൻ്റെ കയ്യിലുള്ള BJP ഘടകകക്ഷിയായ ഒരു പാർട്ടിയെ UDFിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നത് വലിയ സംഭവം തന്നെയായിരിക്കും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് മുഖ്യമന്ത്രി V.D. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സ്നേഹപൂർവ്വം തുഷാറിനെ സ്വീകരിക്കുന്നത്.